മറിയക്കുട്ട ചേച്ചിക്കും അന്നക്കുട്ടി ചേച്ചിക്കും 2 പേർക്കാണ് ആദ്യം തുടങ്ങിയത്. അവരാണ് പിച്ചച്ചട്ടി എടുത്ത് പെൻഷന് വേണ്ടി പിച്ചച്ചട്ടി എടുത്തത് അവരാണ്. അവർക്ക് 2 പേർക്ക് എനിക്ക് 25,000 രൂപ മാസം പെൻഷൻ കിട്ടുന്നു. ഞാൻ ശമ്പളമേ എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ പെൻഷൻ എടുക്കുന്നു? അപ്പോൾ അതവിടെ ആ കാശ് കിടപ്പുണ്ട് ഈ 3 വർഷം, അതവിടെ കിടന്നോട്ടെ. പക്ഷെ ഇപ്പം മാസാമാസം വരുന്ന 25,000 അവർക്ക് 2 പേർക്ക് പോകുന്നു. പാലക്കാട് ഒരമ്മയും മകളും, 68 വയസ്സുള്ള മകളും ആ അമ്മയുടെ ആ മകളുടെ അമ്മ ഏതാണ്ട് 90 വയസ്സോ 95 വയസ്സോ ആയിട്ടുണ്ട്. 2 പേരും പൊരി വെയിലത്ത് വന്ന് കയറ്റുകെട്ടിൽ ഈ അമ്മയെ കിടത്തിയിട്ട് സമരം ചെയ്തപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയേക്കണം, നിങ്ങളുടെ 2 പേരുടെയും പെൻഷൻ ഞാൻ തന്നോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കുമ്പാരികളുടെ കോളനിയിൽ ചെന്നപ്പോൾ ഒരമ്മ വന്നത് മണിബാലൻ മോനെ എനിക്ക് നിവർത്തിയില്ല, നീ തരണ്ട, പക്ഷെ നിവർത്തിയില്ല, ഇതൊന്ന് മാറ്റിയിരുന്നു. നിവർത്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ അമ്മയ്ക്കും കൊടുത്തു. അങ്ങനെ 5 പേർക്കാണ് ഇപ്പോൾ 1,600 രൂപ മാസം പെൻഷൻ. അത് ഈ മാക്രികൾ വലിയ വിഷയമാണ്. എപ്പോഴാണെന്നറിയാം, നോക്കിയിരിക്കുക. ഇലക്ഷൻ കോഡ് വന്നു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെ ഈ പെൻഷൻ കൊടുക്കും? കൊടുത്താൽ എന്നെ അയോഗ്യനാക്കാം. എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പെൻഷൻ എന്ന് വരുന്നു അടുത്ത ദിവസം ഇവർക്കുള്ള കാശ് ബൈ ഡിഫോൾട്ട് അവരുടെ SBI അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അവർ തരുന്ന അക്കൗണ്ടിലേക്കോ പോയേക്കണം. അതിനകത്ത് ഞാൻ കൊടുക്കുന്നില്ല, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് ഒരു ഇലക്ഷൻ കമ്മീഷനും ചോദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനം ഈ ആഴ്ചയിൽ വന്നാൽ ഈ 30-ാം തീയതിയും ഈ 5 പേർക്കും പെൻഷൻ ചെയ്യും. ഈ 30-ാം തീയതി ഏപ്രിലിൽ ഇലക്ഷൻ കോഡ് നിലനിൽക്കും. അന്നേരവും ഈ കാശ് ചെല്ലും. അവരുടെ കയ്യിൽ ഇരിക്കത്തേ കേട്ടോ. ഒരു കാര്യം കൂടി, ഇനി അതല്ല പ്രധാനം, ഞാൻ പറയാൻ വന്ന അതല്ല. ഇത് ഇത്രയും ചെയ്തപ്പോഴേക്കും ഇന്നലെ ദുബായിൽ നിന്ന് ഒരു ശ്രീകുമാർ ഞാനൊരു 4 പേർക്ക് പെൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ശ്രീകുമാരന്മാർ മുന്നോട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു സർക്കാർ ഇനി ഇതിന്റെ പേരിൽ ഈ 2 രൂപ പെട്രോളിൽ നിന്ന് പിരിക്കുന്നത് നിർത്തേണ്ടി വരും. അതിനുള്ള പണിയാണ്. അങ്ങനെ വരട്ടെ ശ്രീകുമാരന്മാർ. അതുപോലെ വീട് വയ്ക്കാനുള്ള ശ്രീകുമാരന്മാരും വരും, മുന്നോട്ട് വരും എന്ന ധൈര്യം നിങ്ങൾക്കുണ്ടായാൽ മതി. ആരെങ്കിലും തുടങ്ങി വെച്ചാൽ മതി. ഇപ്പൊ കാളികാവ് ക്ഷേത്രം, ഈ മോശപ്പെട്ട നിയമങ്ങളാണ് പോകേണ്ടത്. എന്ത് ചെയ്യാൻ ചെന്നാലും ഉടനെ കുരുക്കുകളാണ്. മെയിൻ്റനൻസിന് MP ഫണ്ടിൽ നിന്ന് കൊടുക്കാനൊക്കത്തില്ല, MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാം. പറഞ്ഞാൽ മനസ്സിലായി? അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോകുന്ന ഏർപ്പാട് എനിക്കില്ല. സാങ്കേതികമായിട്ട് 6 വർഷം രാജ്യസഭ ഫണ്ട്, ഒരു MP-യുടെ ഫണ്ട് കൈകാര്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, ഒരു MP-ക്ക് ഈ റോഡ് ഒരു കാരണവശാലും പണിയാനുള്ള കാശ് കൊടുക്കാനൊക്കത്തില്ല. ഇത് ചെയ്യാം. ഇങ്ങനെയുള്ള ജനങ്ങളുടെ വ്യാകുലത അടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാൽ ചെയ്യാം. അതിന് നിങ്ങൾ കേരള ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം. കേരള ഭരണത്തിൻ്റെ യാതന കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ 2026 ചിലപ്പം ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതിന് മുമ്പ് തന്നെ അത് സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തിക്കൊള്ളൂ. അതിൻ്റെ ആദ്യ പടിയാണിത്. അതിൻ്റെ ആദ്യ പടിയാണ് ഈ ഇലക്ഷൻ. വ്യക്തമാക്കൂ. കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രഫുദ്ധത ഞങ്ങൾ തച്ചുടച്ചിരിക്കുന്നു. ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന പൗരന്മാരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. വിജയം നിങ്ങളുടെ വഴിക്കാണ്. അല്ല റോഡിനെ സംബന്ധിച്ച് ഇനി ഞാൻ പറഞ്ഞോട്ടെ, റോഡിനെ സംബന്ധിച്ച് ഞാൻ ഒരു പൊയ് വാഗ്ദാനം തരത്തില്ല. ഇത് ഓൾറെഡി ടാർ ചെയ്ത റോഡാണ്. ഒരു MP ഫണ്ടിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ഗുണം ഭവിക്കും? ഇത്രയും ചെയ്താൽ മതി.
എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും വിടണ്ട. നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന മണ്ണ് ഈ രാജ്യത്തിൻ്റെ മണ്ണാണ്. രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ വോട്ട് ചെയ്യുമെന്ന് നിശ്ചയിച്ചാൽ നേർവഴിക്കുള്ള നേതാക്കളെ നിങ്ങൾക്ക് ലഭിക്കും. അവർക്ക് നിങ്ങളോട് നന്മ മാത്രമേ ചെയ്യാൻ കഴിയൂ. താങ്ക് യു. കേട്ടോ, ജില്ലയിൽ ഒരുപാടിടങ്ങളിൽ ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആയിരക്കണക്കിന് ചട്ടികൾ എത്തിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഇനി എനിക്ക് തരാനൊക്കത്തു. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഇലക്ഷൻ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് ഇനി എനിക്കത് തരാനൊക്കത്തു. പക്ഷെ ഞാനത് അതിന് മുമ്പ് തന്നെ ഒരു 2-3 മാസമായിട്ട് ആയിരക്കണക്കിന് ചട്ടികൾ കാസർഗോഡ് വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എവിടെയാണ് ഉള്ളതെന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി. ഏതാ നമ്മൾ വിദ്യാനികേതൻ, ഏതാ ചാവക്കാടല്ലേ നമ്മൾ പോയത്? സരസ്വതി വിദ്യാഭവൻ, വിദ്യാനികേതൻ, ശ്രീനാരായണ വിദ്യാനികേതൻ. അവരെടുത്ത് ചോദിച്ചാൽ മതി. കാരണം ഇനി എൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അതെല്ലാം അവർക്കറിയാം. അന്വേഷിച്ച് അവരെത്തിച്ചു തരിക പറ്റത്തുള്ളൂ. എനിക്കും എൻ്റെ പാർട്ടിക്കാർക്കും അതിന് ചെയ്യാൻ പാടില്ല. കേട്ടോ, ആയിരക്കണക്കിന് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇനിയും അവർക്കത് കിട്ടും. അതതിൻ്റെ നിർമ്മാതാവ് തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ശ്രീമൻ നാരായണൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന സമയത്ത് ആദ്യം കണ്ടത് അദ്ദേഹത്തെയാണ്. 3 പേരെ കണ്ടു. അതിലൊരാൾ ശ്രീമൻ നാരായണൻ. അദ്ദേഹമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യണം. കേട്ടോ, നമുക്ക് ജീവജാലങ്ങളോടുള്ള സ്നേഹമാണ് പിന്നെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് സ്നേഹമായിട്ട് വളരുന്നത്. സ്നേഹം വേണം. കേട്ടോ, അവർക്ക് കാണാം, കേൾക്കാം. ഓക്കെ അല്ലേ? പൊയ്ക്കോട്ടെ. പൊന്നോട് പൂവായി, ശംഖോട് നീരായി, വണ്ടോട് തേനായി, നെഞ്ചോട് നേരായി വന്നു നീ. കളഭമഴ പോരാതെ കുളിരണിയുമെന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം. കണ്ണേ കണ്ണേ പൊന്നോട് പൂവായി, ശംഖോട് നീരായി, വണ്ടോട് തേനായി, നെഞ്ചോട് നീരായി.